നമസ്കാരം. ഏതു പ്രായത്തിലും തുടങ്ങാൻ പറ്റുന്നതാണ് സമ്പാദ്യശീലം. കുട്ടികൾക്ക് നല്ല ശീലവും ജീവിത മൂല്യങ്ങളും നല്ല വിദ്യാഭ്യാസവും നൽകുന്നതിനൊപ്പം സമ്പാദ്യശീലത്തെക്കുറിച്ചും പണം എങ്ങനെ സൂക്ഷിച്ച് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചും കൃത്യമായ പഠനം നൽകേണ്ടത് ഇന്നത്തെ കാലത്ത് പ്രധാനപ്പെട്ട ഒന്നാണ്. പണത്തിൻ്റെ മൂല്യത്തെപ്പറ്റിയും അത് പാഴാക്കാതെ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിനെ പറ്റിയുമുള്ള അറിവ് ഭാവിയിൽ സാമ്പത്തിക കാര്യങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുവാൻ കുട്ടികളെ സഹായിക്കും. സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് അറിവ് നേടാനാകുമെങ്കിലും സമ്പാദ്യശീലത്തെയോ പണം കൈകാര്യം ചെയ്യുന്നതിനെയോ പറ്റി വേണ്ടത്ര പഠനങ്ങൾ ഇന്നത്തെ പാഠ്യപദ്ധതികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നത് സംശയമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അധ്യാപകരെക്കാൾ കൂടുതൽ ഇടപെടാൻ കഴിയുന്നത് മാതാപിതാക്കൾക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ ഏതു പ്രായത്തിലും തുടങ്ങാൻ പറ്റുന്നതാണ് സമ്പാദ്യശീലം. സമ്പാദ്യത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് എവിടെയാണ് ഇത് നിക്ഷേപിക്കുന്നത് എന്നത്. കാരണം ഒരു മനുഷ്യായുസ് കൊണ്ട് നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാതെ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സാധുക്കളെ ചില സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് നാം കണ്ടിട്ടുണ്ട്. നിക്ഷേപിച്ച തുക പലിശ അടക്കം തിരികെ ലഭിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സ്ഥാപനമാണ് പോസ്റ്റ് ഓഫീസുകൾ. കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലായതിനാൽ ഒന്നും ഭയപ്പെടാനില്ല. എത്ര ചെറിയ നിക്ഷേപത്തിലൂടെയും മികച്ച ലാഭം നേടിയെടുക്കുവാൻ സാധിക്കുന്ന നിരവധി പോസ്റ്റ് ഓഫീസ് പദ്ധതികളുണ്ട്. അത്തരത്തിൽ ദിവസം തോറും 50 രൂപ മാറ്റിവെച്ച് ഭാവി സുരക്ഷിതമാക്കാൻ സാധിക്കുന്ന ഒരു സമ്പാദ്യ പദ്ധതി പരിചയപ്പെട്ടാലോ? ഗ്രാമസുരക്ഷാ യോജന എന്നാണ് പദ്ധതിയുടെ പേര്. വെറും 50 രൂപയിൽ നിക്ഷേപം നടത്തി കാലാവധി പൂർത്തിയാക്കുമ്പോൾ 35 ലക്ഷം രൂപ വരെ പദ്ധതിയിലൂടെ നേടാൻ കഴിയും. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷ ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ ഗ്രാമസുരക്ഷാ യോജന ആരംഭിച്ചത്. നിക്ഷേപകർക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ച് പ്രതിമാസമോ ത്രൈമാസമോ അർദ്ധവാർഷികമായോ അല്ലെങ്കിൽ വാർഷിക അടിസ്ഥാനത്തിലോ തുക നിക്ഷേപിക്കാനാകുന്നതാണ്. ഈ പദ്ധതിയിൽ നിക്ഷേപം നടത്തുവാൻ സർക്കാർ ചില മാനദണ്ഡങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. 19-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് പദ്ധതിയിൽ ചേരാൻ അവസരം. നിക്ഷേപകർക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ച് കാലാവധി തിരഞ്ഞെടുക്കാം. 10 വർഷം, 15 വർഷം, 20 വർഷം എന്നിങ്ങനെയാണ് കാലാവധി. 35 ലക്ഷം രൂപ സമ്പാദിക്കാൻ ഈ പദ്ധതിയിൽ പ്രതിദിനം 50 രൂപ വീതമാണ് നിക്ഷേപിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു മാസം നിങ്ങളുടെ നിക്ഷേപം 1500 രൂപയും ഒരു വർഷത്തിൽ 18,000 രൂപയും ആയിരിക്കും. ഈ രീതിയിൽ 19-ാം വയസ്സിൽ നിക്ഷേപം ആരംഭിക്കുകയാണെങ്കിൽ 20 വർഷത്തിനുള്ളിൽ മൊത്തം നിക്ഷേപിച്ച തുക 6,48,000 രൂപയാകും. കാലാവധി പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് 30 ലക്ഷം രൂപ മുതൽ 35 ലക്ഷം രൂപ വരെ ലഭിക്കും. ഗ്രാമസുരക്ഷാ യോജന സാമ്പത്തിക സുരക്ഷ നൽകുന്നതിനോടൊപ്പം ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു വലിയ തുക അക്കൗണ്ടിൽ എത്താനും സഹായിക്കും. പദ്ധതിയിൽ ചേരാനുള്ള മറ്റ് യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിക്ഷേപകൻ ഇന്ത്യയിൽ സ്ഥിര താമസക്കാരനായിരിക്കണം. ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കണം. സർക്കാർ ജോലി ഉണ്ടാകാൻ പാടില്ല. ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അപേക്ഷിക്കുവാൻ ചെയ്യേണ്ട കാര്യങ്ങൾ: അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ച് അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് നൽകുക. ആവശ്യമായ രേഖകൾ സമർപ്പിക്കുക. പ്രീമിയം പേയ്മെൻറ്റ് രീതി തിരഞ്ഞെടുക്കുക. പോളിസി രേഖകൾ പരിശോധിക്കുക. ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഐഡൻറ്റിറ്റി പ്രൂഫ്, കൃത്യമായ മേൽവിലാസം തെളിയിക്കുന്ന രേഖ, പ്രായം തെളിയിക്കുന്ന രേഖകൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വരുമാന സർട്ടിഫിക്കറ്റ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ കൊഹ്ന, കോയിലേഷൻ ഓഫ് ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക. എഡ്യൂബിക്സ്, ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ്, ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ്, ഗുജറാത്ത്. തീർത്ഥയാത്ര.com, അയൺ ബിൽഡ്, ഗുജറാത്ത്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.